ഇന്ത്യക്കാർക്ക് അധികം വൈകാതെ ബാങ്ക് കാർഡോ പണമോ ഇല്ലാതെ പാസ്പോർട്ടും മൊബൈൽ ഫോണും മാത്രം ഉപയോഗിച്ച് യുഎഇയിലേക്ക് യാത്ര ചെയ്യാം. യുഎഇയുടെ ഡിജിറ്റൽ പേയ്മെന്റ് ശൃംഖലയുമായി ഇന്ത്യയുടെ തത്സമയ പേയ്മെന്റ് സംവിധാനമായ യുപിഐയുമായി ധാരണയാകുന്നതോടെ ഇത് യാഥാർത്ഥ്യമാകുമെന്ന് അധികൃതർ അറിയിച്ചു. യുഎഇയുടെ ഡിജിറ്റൽ പേയ്മെന്റ് ശൃംഖലയുമായി ഇന്ത്യയുടെ തത്സമയ പേയ്മെന്റ് സംവിധാനമായ യുപിഐയുമായി കൈകോർക്കുമെന്ന് ദുബൈയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറൽ സതീഷ് കുമാർ ശിവൻ അറിയിച്ചു. യുപിഐയുമായി ധാരണയാകുന്നതോടെ യുഎഇയിലേക്കുള്ള ഇന്ത്യൻ പ്രവാസികൾക്കും സന്ദർശകർക്കും ഇതുവരെ ഉണ്ടായിരുന്നതിനേക്കാൾ മികച്ചതും വേറിട്ടതുമായ യാത്രാനുഭവമാണ് ലഭിക്കുക. നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ രാജ്യാന്തര വിഭാഗമായ NPCI ഇന്റർനാഷണൽ പേയ്മെന്റ്സ് ലിമിറ്റഡ് സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിലാണ് അധികൃതർ ഇക്കാര്യം അറിയിച്ചത്. തടസ്സമില്ലാത്ത ഈ അനുഭവം ഇന്ത്യൻ ഉപയോക്താക്കൾക്ക് വേഗത്തിൽ ലഭ്യമാക്കാനായി NIPL, യുഎഇയിലെ വ്യാപാര സ്ഥാപനങ്ങൾ, പേയ്മെന്റ് സൊല്യൂഷൻ ദാതാക്കൾ, ബാങ്കുകൾ എന്നിവരുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഇന്ത്യൻ കോൺസുലേറ്റ് ജനറൽ സതീഷ് കുമാർ ശിവൻ അറിയിച്ചു. യുഎഇയിൽ യുപിഐയുടെ സ്വീകാര്യതയ്ക്ക് NPCI ഇന്റർനാഷണൽ ആക്കം കൂട്ടുകയാണെന്ന് NPCI ഇന്റർനാഷണൽ MDയും CEOയുമായ റിതേഷ് ശുക്ല പറഞ്ഞു. So if you have an RE or an RO account in India, you can use your UAE phone number to participate in UPI ecosystem. It is already enabled. So if you using your UAE mobile number plus 971, you can connect your bank accounts to UPI system and start using it there when you're traveling. Also, there's a long-term sustained value in using UPI as against doing tactical campaigns of some cashback and all there. So I think we are more long-term focused and it's a very sustainable. 2024 5.5 ദശലക്ഷം ഇന്ത്യൻ വിനോദസഞ്ചാരികൾ യുഎഇ സന്ദർശിച്ചതായി അധികൃതർ അറിയിച്ചു. NIPL, യുഎഇയിലെ റെഗുലേറ്റർമാരുമായി ചേർന്ന് റീറ്റെയിൽ, ഹോസ്പിറ്റാലിറ്റി, എന്റർടൈൻമെന്റ്, ട്രാൻസ്പോർട്ടേഷൻ, മറ്റ് അവശ്യ സേവനങ്ങൾ എന്നിവയിൽ യുപിഐക്ക് പിന്തുണ നൽകുന്നുണ്ട്. പ്ലാറ്റ്ഫോം റിയൽ ടൈം പേയ്മെന്റ്സുകൾ ഇന്ത്യൻ രൂപയിൽ തന്നെയാണ്. ദുബൈയിലെ ഇന്ത്യൻ കോൺസുലേറ്റിൽ NPI കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ മേധാവി സ്വാഗത ഗുപ്തയും പങ്കെടുത്തു. കൈരളി ന്യൂസ്, ദുബായ്.